പിമ്പിൾസ് മാറ്റാനായിട്ട് നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഓയിലി സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആക്നെ ബ്രേക്ക്ഔട്ട്സ്. അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? നമുക്ക് ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് എങ്ങനെ വരുത്താം എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ബീഫ് ലിവറാണ്. വീക്ക്ലി വൺസ് നിങ്ങൾ അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിങ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഓയിസ്റ്റർ, പംകിൻ സീഡ്, അതുപോലെ ചിക്പി. ഇതിൽ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഡയറ്റിൽ ഈ സിങ്ക് അടങ്ങിയ ഫുഡും ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ലഞ്ച്, വൈകുന്നേരം 6 മണി 7 മണിക്കുള്ളിൽ നമ്മുടെ ഡിന്നർ കംപ്ലീറ്റ് ആക്കണം. സോ പിന്നെ നമ്മൾ രാവിലെ വീണ്ടും 10 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്നെ സ്കിന്നുകാർക്ക് മാത്രമല്ല ബെനിഫിറ്റ്, ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് വണ്ണുള്ളവർക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും പിന്നെ PCOD ഉള്ളവർക്ക് വേണ്ടിയിട്ടും വളരെ എഫക്റ്റീവാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യരുത്, ഒത്തിരി നേരം സ്ക്രബ് ചെയ്യരുത്. നമ്മുടെ ഫേസ് ഡാമേജ് ആക്കും. സോ ഓയിലി സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരും സ്ക്രബ് ചെയ്യരുത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നോൺ കൊമഡോജനിക് പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും എല്ലാം നോൺ കൊമഡോജനിക് ആണെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ പോഴ്സ് പെട്ടെന്ന് ക്ലോഗ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിമ്പിൾസ് പെട്ടെന്ന് വരാനുള്ള ചാൻസസും കൂടുതലാണ്. പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.